ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലയോ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് എന്താണെന്നറിയാവോ? ഒരു 10, 45, 55 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞങ്ങളൊക്കെ അന്ന് ചെറിയ കുട്ടികളായിരുന്നു. ആ സമയത്തെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. അന്നത്തെ അമ്മമാരില്ലേ, ഇന്നത്തെ പോലെ എല്ലാവർക്കും ജോലിയൊന്നുമില്ല, TV ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ കാണും. എസ്പെഷ്യലി അന്നൊക്കെ അവരുടെ ഹസ്ബൻഡന്മാരെല്ലാം പുറത്തായിരിക്കും, ജോലിക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും മിക്കവാറും ഉള്ളവരുടെ കുടുംബങ്ങളിൽ. അപ്പോൾ സ്ത്രീകളെല്ലാം കൂട്ടുകുടുംബത്തിലായിരിക്കും. അപ്പോൾ അവർക്ക് കുക്കിംഗ് മാത്രമേ വലിയ ഉത്തരവാദിത്തപ്പെട്ട വലിയൊരു ജോലി ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ അവരുടെ ലഞ്ചെല്ലാം കഴിഞ്ഞ് സ്ത്രീകളെല്ലാം ഒരുമിച്ച് കൂടും ഒരു വീട്ടിലല്ലേ. ഒരുമിച്ച് കൂടുമ്പോൾ അവരെന്താ ചെയ്യുക? അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങൾ സംസാരിക്കും അല്ലേ. അടുത്ത വീട്ടിലെ, സ്വന്തം വീട്ടിലെ കുറ്റങ്ങളും കുറവുകളും ആയിരിക്കും അവർ സംസാരിക്കുന്ന ഹോബികളിലൊന്ന്. അവർക്ക് സമയം പോണ്ടയോ, അന്ന് TV ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം സംസാരിച്ച് ആസ്വദിച്ചിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും അതിലേ നടന്നു പോയാലോ അല്ലെങ്കിൽ അവർ കണ്ടാലോ അവർ അതിനെക്കുറിച്ചായിരിക്കും ചർച്ച. റോഡിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരാളിനെ കുറിച്ചായിരിക്കും. അന്നൊന്നും ഇന്നത്തെ പോലെ അധികം തിരക്കൊന്നും ഉണ്ടായിരിക്കില്ല, വലിയ വാഹനങ്ങളൊന്നും ഓട്ടം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒരാൾ പോയി കഴിഞ്ഞാൽ അവർ നോക്കി അവരുടെ എല്ലാ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കും അല്ലയോ. അപ്പോൾ പറയും, അവർ ആക്ച്വലി നടന്നല്ല പോയത്, അവർ പറന്നാണ് പോയത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതങ്ങനെ പറയുന്നത്? അതുപോലെ തന്നെ ഒരു പുതിയ വ്യക്തിയെ കണ്ടാലും അവർ നോക്കും, അതാരാ കടന്നു പോയത്, അവരെന്താ ഇട്ടിരുന്നത്, അവരെങ്ങനെയാണ് മേക്കപ്പ് ചെയ്തത്, എല്ലാ കുറ്റങ്ങളും കുറവുകൾ അടിമുടി അവർ നോക്കി പറയും പരസ്പരം അത് പറഞ്ഞ് ആസ്വദിക്കുകയും ചെയ്യും. ഇല്ലാത്തതും പറയും, ഉള്ളതും പറയും. അതൊരു ഹോബി പോലെയാണ്. അതുപോലെ തന്നെയാണ് ഈ ഗ്രാമത്തിലെ സ്ത്രീകൾ സമയം പോകാൻ ചെയ്യുന്ന ഒരു ഹോബിയാണ് തലയിൽ പേൻ നോക്കുക അല്ലേ. അവരിങ്ങനെ മുറ്റത്തൊക്കെ ഇരിക്കും, അവിടെ ഇരുന്നുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തലയിലെ പേൻ നോക്കും. ഇന്നത്തെ കാലത്ത് ആ കാഴ്ച നമ്മൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല അല്ലയോ. ആ സമയത്ത് ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ കുറ്റങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ബ്രെയിനിനെ നിറപ്പിക്കുന്ന ഒരു ഹോബിയാണ് അവർ ചെയ്യുന്നത്. ടോക്സിക്സ് ആയ കാര്യങ്ങളായിരിക്കും മിക്കവാറും അവരുടെ സംഭാഷണത്തിലെ മുഖ്യ ഘടകം. അവർ കൂടുതലും ആൾക്കാർ പുറം ലോകമോ പുറം രാജ്യമോ കാണാത്ത ആൾക്കാർ തന്നെ ആയിരിക്കും. ഒരു കിണറ്റിലെ തവളയിലെ പോലെ ആ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ബോധവാന്മതിയായിട്ടോ ഉള്ളായിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം അറിയാം അല്ലെങ്കിൽ അറിഞ്ഞുകൂടാ എങ്കിൽ തന്നെയും അവർ പറയുന്നതാണ് ശരി, അവർ പറയുന്നതാണ് കറക്റ്റ്. അത് അവർക്ക് തിരുത്തി കൊടുത്താൽ പോലും ആ വാസ്തവം അവർ സ്വീകരിക്കാറില്ല. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ അവരുടെ ജീവിതത്തിൽ അവർ എന്തു പഠിച്ചു? നമ്മുടെ തെറ്റുകളിൽ നിന്നും നമ്മൾ പഠിക്കാറുണ്ടല്ലേ. മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും നമ്മൾ സ്വയം പഠിക്കാറുണ്ട്. നമുക്ക് സ്വയം ചേഞ്ച് ആവാം, പക്ഷേ നമുക്ക് മറ്റുള്ളവരെ ചേഞ്ച് ആക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവരെ പറഞ്ഞ് കുറ്റപ്പെടുത്തുക, അവർക്ക് വലിയ വ്രണങ്ങളും മുറിവുകളും ഉണ്ടാക്കുക, അത് ചിലരുടെ ഹോബിയാണ്. അവർ ചെയ്യാത്ത കുറ്റത്തിനും ചെയ്ത കുറ്റത്തിനും അവരെ ഒരുപോലെ തന്നെ കുറ്റപ്പെടുത്തും. പക്ഷേ ആ കുറ്റപ്പെടുത്തലിൽ നിന്ന് വേദന എടുക്കുന്ന ആൾക്കാരോ ഒരു പക്ഷേ അവർ ചെയ്യാത്ത കുറ്റത്തിനായിരിക്കും അവർ കുറ്റം ഏൽക്കേണ്ടി വരുന്നത്. അതവർ ഒരിക്കലെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഇന്ന് അല്ലെങ്കിൽ നാളെ ഈ കുറ്റപ്പെടുത്തലുകൾ തന്നെ നമുക്ക് തിരിച്ചു വരും. അത് നമ്മൾ ഓർക്കുക. അതൊരു ബൂമറാങ് പോലെയാണ്. ചെയ്യാത്ത കുറ്റത്തിന് ആരെയും നമ്മൾ അവരെ അത് അടിച്ചേൽപ്പിക്കാതിരിക്കുക. അതുണ്ടാക്കുന്ന മുറിവുകൾ വലുതാണ്. 10-50 വർഷത്തിന് മുമ്പുള്ള ആ അമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകൾ, അവർക്കിപ്പോൾ അവരുടെ കുട്ടികളും ചിലപ്പോൾ അവരുടെ കുട്ടികളുമായി കാണും ഇപ്പോൾ അല്ലേ. അവരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുവോ ആവോ. നമ്മൾ ആ തലത്തിൽ കൂടെ കടന്നു പോകാതിരിക്കുക. മറ്റൊരു കാര്യം, ഇന്നത്തെ തലമുറ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് TV സീരിയൽ കാണുന്നത്.
അന്നത്തെ തലമുറയിലുള്ള അമ്മമാർ ഇപ്പം ചേർന്നിരുന്ന് അവർക്ക് ഇതുപോലെ എൻജോയ്മെൻറ്റ്സ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അവരുടെ സ്ഥിരം ഹോബി ഇപ്പോൾ സീരിയൽ കാണുക എന്നുള്ളതാണ്. സീരിയൽ കാണുന്നത് കുറ്റമായിട്ട് പറയുകയല്ല. 5 മണിക്ക് തുടങ്ങുന്ന സീരിയൽ 10:30 വരെ രാത്രി കാണുന്ന അമ്മമാരും അമ്മമ്മമാരുമുണ്ട്. അപ്പോൾ വീട്ടിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളുണ്ടായിരുന്നാൽ അവരുടെ ശ്രദ്ധ സീരിയലിലേക്ക് കടന്നു ചെല്ലുന്നു, അവരുടെ പഠനത്തിന് ഭംഗം വരുത്തുന്നു. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാര്യം അവർക്ക് പഠിച്ചല്ലേ ഒക്കുള്ളൂ. ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. വീട്ടിൽ നിരന്തരം വഴക്ക് കൂടുന്നുണ്ടെന്ന് പല ആൾക്കാരും എന്നോടൊപ്പം പറഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് എന്ത് പരിഹാരം ചെയ്യാം? എല്ലാവരുടെ വീട്ടിലും ചിലപ്പോൾ ഒരു ടി വിയെ കാണത്തുള്ളൂ. അതിനുള്ള പരിഹാരം എന്ന് വെച്ചാൽ ഒരു ചെറിയ ടി വി അമ്മയ്ക്കോ അമ്മമ്മമാർക്കോ വാങ്ങിച്ചു കൊടുക്കുക. അവരെ ബെഡ്റൂമിൽ അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുക. അപ്പോൾ അവർക്ക് അതിൻ്റെ അകത്തിരുന്ന് ടി വിയോ സീരിയലോ കാണാം. അപ്പോൾ കുട്ടികൾക്ക് അത് തടസ്സമാകുന്നില്ല, അവരുടെ വിദ്യാഭ്യാസം മുടങ്ങുന്നുമില്ല. ഒരു ദിവസം അവർ സീരിയൽ കണ്ടില്ലെങ്കിൽ ഉറക്കം വരാത്ത അമ്മമാരുണ്ട്, സ്ട്രെസ്സ് വരുന്ന അമ്മമാരുണ്ട്. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് സീരിയൽ കണ്ടില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട്, ഒരു അഡിക്ഷൻ പോലത്തെ ഫീലിംഗ് അവർ കാണിക്കുന്നുണ്ട്. ഇത് നമ്മളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിനു വേണ്ട പരിഹാരം ചെയ്യുകയും വേണം. കാര്യം അവർ വിശ്വസിക്കുന്നു ഇതാണ് യഥാർത്ഥ ജീവിതമെന്ന്. 50 വർഷത്തിന് മുമ്പ് കടന്നുപോയ കാര്യങ്ങൾ പറഞ്ഞതുപോലെ ഇന്ന് നമ്മളുടെ സീരിയലിൽ കാണുന്ന കഥകളാണ് യഥാർത്ഥ ജീവിതമെന്ന് ധരിച്ചു അവർ ജീവിക്കുന്നു. ഇത് നമ്മുടെ ശ്രദ്ധയിൽ തീർച്ചയായിട്ടും കൊണ്ടുവരണം. ഞങ്ങൾക്കും 55 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇതുപോലെ ഇരുന്ന് പരസ്പരം കുറ്റപ്പെടുത്തിയിരുന്ന അമ്മമാരും അമ്മമ്മമാരുമാണ് ഇന്ന് ഈ സീരിയൽ കമ്പത്തിന് ഇടയായിട്ടുള്ളത്. അവരാണ് അവരുടെ സമയം വേസ്റ്റ് ചെയ്ത് കളയുന്നത്. കാര്യം നമ്മുടെ ചെറിയ തലമുറയ്ക്ക്, അതായത് നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രൻസിന് നമുക്ക് കഥകളൊന്നും പറഞ്ഞു കൊടുക്കാൻ സമയമില്ല, അവരോടൊപ്പം ഇരിക്കാൻ സമയമില്ല. അവർക്ക് പഴയ കഥകൾ അല്ലേ, നമ്മുടെ രാമായണം, മഹാഭാരതം, ബൈബിൾ, ഖുർആൻ ഇതുപോലെയുള്ള കഥകളൊന്നും അവരെ പറഞ്ഞ് പഠിപ്പിക്കാനോ ഇത് കുട്ടികളോടൊപ്പം ഷെയർ ചെയ്യാനോ അവർക്ക് സമയമില്ല. കാര്യം അവരെല്ലാം ഈ സീരിയൽ കമ്പത്തിലോട്ട് പോയിരിക്കുന്നു. വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് സമയമില്ല, ഒത്തിരിക്കാൻ സമയമില്ല. കാര്യം ആ സമയമെല്ലാം സീരിയലുകൾ പിടിച്ചടക്കിയിരിക്കുന്നു നമ്മളുടെ ഓൾഡ് ജനറേഷനെ. നമ്മളൊന്ന് തിങ്ക് ചെയ്യുക, നമുക്ക് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കണ്ടയോ? ഗ്രാൻഡ് പേരൻസ് നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ആവുന്ന കാലഘട്ടമാണ് ഇനിയുള്ളത്. കാര്യം അവരിൽ നിന്ന് അവർക്ക് ഒരുപാട് പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ടായിരിക്കും. നിങ്ങൾ കൂടി ഇത് ശ്രദ്ധിക്കുക.